കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സുന്ദരകാന്ഡം 4-ാം സർഗം 36-ാം ശ്ലോകം ചെയ്തു നമ്മൾ. അപ്പം അതിൽ പറഞ്ഞ വാനന്മാർക്ക് വാല് വളരെ ശക്തി, വാനന്മാരുടെ ഏറ്റവും വലിയ ശക്തി വാലാണ്. അതുകൊണ്ട് നമുക്ക് ഈ വധതുല്യമായിട്ടുള്ളൊരു ശിക്ഷയായിട്ട് ഇവൻ്റെ വാലിൽ വസ്ത്രങ്ങളൊക്കെ ചുറ്റി തീ കൊളുത്തിയിട്ട് പട്ടണത്തിൽ കൊണ്ട് നടക്കാം അവമാനിക്കാനായിട്ട്. അപ്പോൾ വാല് കത്തിപ്പോയ ഈ വിരൂപമായിട്ടുള്ള വാനരനെ അവിടെ തിരിച്ചു ചെല്ലുമ്പോൾ ബാക്കി വാനന്മാരൊക്കെ കാണട്ടെ. അതാണ് ശിക്ഷ, രാവണൻ വിധിച്ച ശിക്ഷ. ഓക്കെ, ഈ 37, 38, 39 വായിക്കാം. തഥേതി ശണപട്ടൈശ്ചാവസ്ത്രൈരന്യൈരനേകശഃ തൈലാക്തൈർവേഷ്ടയാമാസുർലാങ്കൂലം മാരുതൈർദൃഢം പുച്ഛാഗ്രേ കിഞ്ചിദനലം ദീപയിത്വാധരാക്ഷസാഃ രജ്ജുഭിः സുദൃഢം ബദ്ധ്വാ ധൃത്വാ തം ബലിനോऽസുരാः സമന്താൽ ഭ്രാമയാമാസുശ്ചോരോയമിതി വാദിനഃ തൂര്യഘോഷൈർഘോഷയന്തസ്താടയന്തോ മുഹുർമുഹു. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? ഈ പറഞ്ഞ യാതൊരു ഉപദേശവും രാവണന് ഏറ്റില്ല. കാട്ടുകോഴിക്കെന്താ സംക്രാന്തി എന്ന് പറയണ പോലെയോ, അല്ലെങ്കിൽ പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതിയിട്ട് എന്ത് കാര്യം എന്നൊക്കെ നമ്മൾ പറയൂലോ, അതുപോലെയാണ് ഈ അതിമനോഹരമായിട്ടുള്ള തത്വോപദേശം ഒന്നും രാവണനെ പിടിച്ചില്ല. അല്ലേ? ആലോചിച്ച് നോക്കുക. അതാണേ അതൊക്കെ ഭഗവാൻ തന്നെ അറേഞ്ച് ചെയ്യണതാണ്. അല്ലേ? അതിനൊരു സമയം വരണമല്ലോ ഭഗവാൻ ഈ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ. അത്ഭുതവും നമുക്കത് ആലോചിച്ചാൽ എല്ലാം ഭഗവത് പ്രേരിതം. അല്ലേ? ഇനി തഥാ ഇതി അപ്രകാരമെന്ന് തൈലാക്തൈഃ ശണപട്ടൈഃ അന്യൈഃ അനേകശഃ വസ്ത്രൈഃ ച എണ്ണയിൽ നനച്ച പല പല വസ്ത്രങ്ങളും, അതായത് കോട്ടനായിട്ടുള്ള അതും അനവധി വസ്ത്രങ്ങളും കൊണ്ട് മാരുതേഹ ലാങ്കൂലം മാരുതിയുടെ വാലിനെ ദൃഢം വേഷ്ടയാമാസു ബലമായിട്ട് കെട്ടി. എണ്ണയിൽ മുക്കിയ തുണി കൊണ്ട് കേട്ടോ. പുച്ഛാഗ്രേ, എന്നിട്ട് ഈ വാലിൻ്റെ അറ്റത്ത് അനലം തീയങ്ങട് കൊളുത്തി. പതുക്കെ 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 അത് ദേഹത്തിൻ്റെ ഏതുവരെ ചുറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതുവരെ വരുമല്ലോ. കിഞ്ചിൽ ദീപയിത്വ, എന്നിട്ടങ്ങട് അത് കത്തിച്ചിട്ട് അധരാക്ഷസ, എന്നിട്ട് രാക്ഷസന്മാരെ രജ്ജുഭിഹി സുദൃഢം ബദ്ധത, കയറുകൊണ്ട് ഹനുമാനെ നല്ലോണം കെട്ടി. ഇതിന് പുറമെ വാലുമ്പിൽ തുണി ചുറ്റി, എണ്ണയിൽ മുക്കിയ തുണി ചുറ്റി കൊളത്തിയതിന് ശേഷം ഹനുമാനെ കെട്ടിയിട്ട് ബലിനഹ അസുരാഹ തം ധൃത്വ, ആ മഹാബലവാന്മാരായിട്ടുള്ള രാക്ഷസന്മാർ അവനെ ഏറ്റിയിട്ട് അയം ചോരഹ എന്തെങ്കിലും വണ്ടിയിൽ ഇരുത്തിയിട്ടുണ്ടാവും. അയം ചോരഹ ഇതി വാദിന, ഇവൻ കള്ളനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തൂര്യഘോഷൈഹി ഘോഷയന്ത, വാദ്യഘോഷങ്ങളോട് കൂടി മുഹു മുഹു താടയന്ത, പിന്നെയും വാദ്യം അടിച്ചുകൊണ്ട് സമന്താൽ ഭ്രാമയാമാസു 4 ഭാഗത്തും സഞ്ചരിച്ചു. എന്താ ശരിക്കും പറയാച്ചാൽ വല്ലാത്തൊരു ശിക്ഷല്ലേ. നോക്കൂ, ശരി പറഞ്ഞു, ഇങ്ങനെ വാലുമ്പിൽ തീ കൊളുത്തിയാൽ മതി പറഞ്ഞുല്ലോ. അപ്പോൾ ശരി പറഞ്ഞ് രാക്ഷസന്മാർ എന്താ ചെയ്ത? എണ്ണ നനച്ച പല വിധത്തിലുള്ള വസ്ത്രങ്ങൾ കൊണ്ട് ഹനുമാൻ്റെ വാലിനെ ബലമായിട്ടങ്ങട് വരിഞ്ഞ് കെട്ടി. എന്നിട്ട് വാലിൻ്റെ അറ്റത്ത് തീയും കൊളുത്തി. എന്നിട്ട് പിന്നെ ഹനുമാനെ നല്ല കട്ടിയുള്ള കയറുകൊണ്ടാണ് കെട്ടിയിട്ട് അനവധി രാക്ഷസന്മാർ എടുത്തു. അങ്ങനെ എടുത്തിട്ടാണെന്നാണ് പറയണത്.
അതായത് പിന്നെ രാവണൻ്റെ ഹനുമാൻ്റെ ദേഹം ഇങ്ങോട്ട് കെട്ടി. അപ്പം ബഹുമാന് കയ്യും കാലും ഒന്നും അടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ കയറുകൊണ്ടാണ് കെട്ടി. എന്നിട്ട് അവർ അനവധി ആൾ കൂടി എടുത്തിട്ട് പിന്നെ ഹനുമാനെ ഏറ്റിയിട്ട് ഇതാ കള്ളൻ വരുന്നു എന്ന് ഉറക്കെ പറഞ്ഞും കൊണ്ട് പലതരത്തിലുള്ള വാദ്യങ്ങൾ മുഴക്കി ആ പട്ടണം മുഴുവൻ നടന്നു. മാത്രമല്ല അതിൻ്റെ കൂടെ താടയൻ എന്ന് പറയുന്നുണ്ട്. മുഹു താടയൻ അടിക്കണുണ്ട് ഹനുമാനെ. ഇടയ്ക്കിടയ്ക്ക് ഈ രാക്ഷസന്മാർ ഹനുമാനെ അടിക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെ പട്ടണത്തിൻ്റെ 4 ഭാഗത്തും ഇതാ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊളത്തിയ വാലുമായിട്ടുള്ള ഹനുമാനെ തലയിലേറ്റും കൊണ്ട് ഈ രാക്ഷസന്മാരെ അതിനിടയ്ക്ക് അടിക്കും ചെയ്തും അങ്ങനെ നടന്നു എന്ന് പറയാം. തഥേതി ശണപട്ടൈശ്ച വസ്ത്രൈരന്യൈരനേകശഃ തൈലാക്തൈർവേഷ്ടയാമാസുർലാങ്കൂലം മാരുതോർദൃഢം പുച്ഛാഗ്രേ കിഞ്ചിദനലം ദീപയിത്വാധ രാക്ഷസാഃ രജ്ജൂഭിः സുദൃഢം ബദ്ധ്വാ ധൃത്വാ തംബലിനോസുരാः സമന്താൽ ഭ്രാമയാമാസുശ്ചോരോയമിതി വാദിനഃ തൂര്യഘോഷൈർഘോഷയന്തസ്താടയന്തോ മുഹുർമുഹു. അടിക്കണുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇനി നമുക്ക് 4 ശ്ലോകം ഒന്നിച്ചാണ് കേട്ടോ. 40 തൊട്ട് 43 കൂടി. ഹനുമതാഭി തത്സർവം സോഢം കിഞ്ചിച്ചികീർഷുണ ഗത്വാതു പശ്ചിമദ്വാരസമീപം തത്ര മാരുതിഃ സൂക്ഷ്മോ ബഭൂവ ബന്ധേഭ്യോ നിസൃത പുനരപ്യസൗ ബഭൂവ പർവ്വതാകാരസ്തത ഉൽപ്ലുത്യ ഗോപുരം തത്രൈകം സ്തംഭമാദായ ഹത്വാ താൻ ദക്ഷിണക്ഷണാത് വിചാര്യ കാര്യശേഷം സപ്രാസാദാഗ്രാദ് ഗൃഹാത് ഗൃഹം ഉൽപ്ലുത്യോൽപ്ലുത്യ സംദീപ്തപുച്ഛേന മഹതാ കപിഃ ദദാഹ ലങ്കാം അഖിലാം സാട്ടപ്രാസാദതോരണാം. എന്താ അറിയോ? കിഞ്ചിത് ചികീർഷുണ ഹനുമത. ഏതാണ്ടൊന്നിങ്ങനെ എന്തൊക്കെയോ ചെയ്യുവാൻ ആഗ്രഹിച്ചു കൊണ്ടുള്ള ഹനുമാനാൽ എന്നാണ്. കിഞ്ചിച്ച് കൃഷ്ണ എന്താ ഇപ്പോൾ പിന്നെ മനസ്സിൽ ഹനുമാൻ്റെ മനസ്സിലെന്ന് ആർക്കും അറിയില്ല. എന്തോ ചെയ്യാനുള്ള ആഗ്രഹത്തോട് ചികീർഷുണ, എന്തോ ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന ഹനുമത എന്നല്ലേ. അപ്പോൾ ഹനുമാനാൽ തത് സർവം സോഠം, അതൊക്കെ സഹിച്ചു. ഇവർ അടിക്കണതും വാലുമ്പിൽ തീ കൊളത്തിയിട്ട് കള്ളൻ വരുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചതും ഒക്കെ സഹിച്ചു എന്ന്. സർവം സോഢും ഒക്കെ സഹിച്ചിട്ട് പശ്ചിമദ്വാര സമീപം ഗത്വാതു, ആ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അടുത്ത് എത്തിയ ഉടനെ, ഗത്വാതു മീൻസ് ആ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തത്ര മാരുതിഹി, അവിടെ ഈ ഹനുമാൻ സൂക്ഷ്മ ബഭൂവ, ഇപ്പുള്ള ശരീരത്തിൻ്റെ വലിപ്പത്തിൽ നിന്ന് വളരെയധികം അങ്ങോട്ട് കുറച്ചിട്ട് ചെറിയ ഹനുമാനായി. എന്നിട്ടോ ബന്ധേഭ്യ നിസൃത, അപ്പം ഈ കെട്ടി കയറൊക്കെ അയഞ്ഞു. അങ്ങനെ ബന്ധങ്ങളിൽ നിന്നൊക്കെ പിന്നെ മോചിതനായിട്ട് പുനഃ അഭി അസൗ, പിന്നെയും ഇവൻ അത് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് പിന്നെ ഊരിയിട്ട് ഇയാളെ കെട്ടിയിട്ടുള്ള കയറ് ദേഹം ചെറുതാക്കിയപ്പോൾ അയഞ്ഞൂലോ. അപ്പോൾ അതിൽ ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് പോകുന്നു. അപ്പം അങ്ങനെ അത് വീഴൂലോ. മുറുക്കി കെട്ടിയെടുക്കായിരുന്നു ആ അപ്പോഴത്തെ രൂപത്തിനനുസരിച്ചിട്ട്. പക്ഷേ ആ രൂപം നല്ലോണം അങ്ങോട്ട് ചെറുതാക്കിയപ്പോൾ ആ കയറൊക്കെ അയഞ്ഞപ്പോൾ അതിൽ നിന്ന് പുറത്ത് ചാടി. അപ്പോൾ പിന്നെ കെട്ടില്ല. ആ കെട്ടുന്നൊക്കെ മോചിതനായിട്ട് ഉടനെ തന്നെ എന്താ ചെയ്തത്? പർവ്വതാകാര ബഭുവ, പിന്നെയും മുമ്പുള്ളതിനേക്കാളും വലുതായി ശരീരം. നല്ല യോഗസിദ്ധിയുണ്ട് പിന്നെ ഹനുമാനെ. അതായത് ഈ അഷ്ടസിദ്ധികളിലൊന്നാണല്ലോ വലുതാവാനും ചെറുതാവാനും ഉള്ളത്. അണിമ, ലഘിമ, അല്ലേ, ഗരിമ. അത് അപ്പോൾ വലുതാക്കാനും ചെറുതാകാനുള്ള ആ സിദ്ധിയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ചെറുതായി കെട്ടുന്ന പുറത്തേക്ക് പോന്നു. എന്നിട്ട് ആദ്യം പർവ്വതാകാരനായിന്ന്. പർവ്വതാകാര ബഭു തതഹ, എന്നിട്ട് ഗോപുരം ഉൽപ്ലുത്യ, എന്നിട്ട് ഗോപുരത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. അനവധി ഗോപുരങ്ങളുണ്ട്, അനവധി വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ടല്ലോ, ലങ്ക പട്ടണമല്ലേ.
ആ ഗോപുരത്തിലേക്ക് അങ്ങോട്ട് ചാടിയിട്ട് തത്ര ഏകം സ്തംഭം ആദായ അതിലെ ഒരു തൂണ് എടുത്തിട്ട് രക്ഷിണഹാത്താൻ ക്ഷണാൽ ഹത്വ തന്നെ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്ന് നടന്നില്ലേ ആ രാക്ഷസന്മാരെയൊക്കെ വേഗം ഇങ്ങോട്ട് കൊന്നു. ഒരു തൂണ് ഇങ്ങോട്ട് പറിച്ചെടുത്തു ഗോപുരത്തിൽ നിന്ന്. ഓരോ ബിൽഡിങ്ങിനൊക്കെ ഇഷ്ടംപോലെ തൂണുണ്ടല്ലോ. ഒരു തൂണ് പറിച്ചെടുത്തിട്ട് തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അവരെയൊക്കെയാണ് കൊന്നു. കാര്യശേഷം വിചാരിയ എന്നിട്ട് എന്താ ചെയ്യേണ്ടത് തീർച്ചയാക്കിയിട്ട് അവൻ പ്രാസാദാഗ്രാത് ഗോപുരത്തിൻ്റെ ആ മുകളിൽ നിന്ന് ഒത്ത മുകളിൽ നിന്ന് ഗൃഹാത് ഗൃഹം ഉൽപ്ലുത്യ കുറച്ചു നേരം ഒരു ഗോപുരത്തിലിരിക്കും. അത് കഴിഞ്ഞാൽ വേറൊരു ഗോപുരത്തിലേക്ക് ചാടും, അപ്പോൾ അവിടെ കത്തും. അത് കഴിഞ്ഞാൽ വേറൊരു ഗോപുരത്തിലേക്ക് ചാടും, അപ്പോൾ അതും കത്തി. അങ്ങനെ ഗൃഹാത് ഗൃഹം ഉൾപ്പുത്തിയ വീട് തോറും ചാടാൻ തുടങ്ങി. ചാടിയിട്ട് മഹതാ സംദീപ്ത പുച്ഛേന ഇങ്ങനെ കത്തി ജ്വലിക്കണ ആ വാലുകൊണ്ട് സാട്ടപ്രസാദ തോരണാം അഭി തോരണാം അഭി സാട്ടപ്രഹാസ തോരണാം എന്ത് അഖിലാം ലങ്കാം ദോഹ. അതായത് ഗോപുരങ്ങൾ, പ്രാസാദങ്ങൾ, വലിയ വലിയ മാളികകൾ, തോരണങ്ങൾ ഒക്കെ ഉള്ള ആ മുഴുവൻ ലങ്കയെയും ദഹിപ്പിച്ചു തന്നെ. എന്താ അറിയോ, ഈ ലങ്കാദഹനായിരുന്നു ഹനുമാൻ്റെ ഉള്ളിലത്തെ ആ വിചാരം. പറഞ്ഞില്ലേ നമ്മൾ ആദ്യം കിഞ്ചിത് ചികീഷുണ എന്ന് പറഞ്ഞു. എന്തോ ഒന്ന് മനസ്സിൽ കണ്ടിട്ടാണ് പറഞ്ഞില്ലേ. എന്തായിരുന്നു ആ മനസ്സിൽ കണ്ടിരുന്നത്? ലങ്ക ദഹിപ്പിക്കണമെന്ന്. അപ്പോൾ ഈ ലങ്കാദഹനം ചെയ്യുവാൻ മനസ്സിൽ ആഗ്രഹിക്കണ ഈ ഹനുമാൻ എന്താ ചെയ്തത്? ഇതുവരെ ആ പശ്ചിമ ഗോപുരത്തിൽ എത്തണ വരെ ഇവരുടെ അടിയും അവഗണനയും പരിഹാസമൊക്കെ സഹിച്ചിട്ട് പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് എത്തിയപ്പോൾ തൻ്റെ ശരീരത്തിനെ നന്നായിട്ട് അങ്ങോട്ട് ചെറുതാക്കിയിട്ട് ആ ബന്ധനത്തിൽ നിന്ന് അങ്ങോട്ട് മോചിതനായിട്ട് പർവ്വതാകാരനായി ഉടനെ തന്നെ. എന്നിട്ട് അവിടെ നിന്ന് ഗോപുരത്തിൻ്റെ മുകളിലേക്ക് ചാടി അതിലൊരു ഇരുമ്പ് തൂണങ്ങടെ ഇളക്കിയിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തന്നെ എടുത്ത് നടക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ, അവരെയൊക്കെ അടിച്ചങ്ങോട്ട് കൊന്നു. അതിന് ശേഷം വേഗം ആ മാളികയുടെ മുകളിൽ നിന്ന് ലങ്കയിലുള്ള ഓരോ ഗൃഹങ്ങളിൽ നിന്നും ഒരു ഗൃഹം കത്തിക്കും, അത് കഴിഞ്ഞാൽ വേറൊരു ഗൃഹത്തിലേക്ക് ചാടും മുകളിലേക്ക്. അങ്ങനെ ഓരോ ഗൃഹങ്ങളിലും ചാടി ചാടി അത്യുഗ്രായിട്ട് കത്തിജ്വലിക്കണ ആ വാലിനുള്ള അഗ്നി കൊണ്ട് ആ ലങ്കയിലെ എല്ലാ മാളികകളെയും ആ ലങ്കാ നഗരം മുഴുവൻ ചുട്ടെരിച്ചു അല്ലെങ്കിൽ ദഹിപ്പിച്ചു. അതാണതിൽ പറഞ്ഞത് കേട്ടോ. ഹനുമതാപി തത്സർവം സോഢം കിഞ്ചിച്ചികീഷുണ ഗത്വാ തു പശ്ചിമദ്വാര സമീപം തത്ര മാരുതി. അതുവരെ സഹിച്ചു. സൂക്ഷ്മോ ബഭൂവ ചെറുതായിന്ന്. ബന്ധേഭ്യോ നിസൃത ബന്ധത്തിൽ നിന്ന് മോചിതനായി. പുനരപ്യസൗ അപ്പം തന്നെ എന്താ ബഭൂവ പർവ്വതാകാരസ്തുത പർവ്വതാകാരനായിട്ട് ഉൽപ്ലുത്യ ഗോപുരത്തിലേക്ക് ചാടി. തത്രൈകം സ്തംഭമാതായ ഒരു തൂണങ്ങടെ ഇളക്കി പറിച്ച് ഹത്വാ താൻ ദക്ഷിണ ക്ഷണാൽ ഇതുവരെ തന്നെ രക്ഷിച്ചുകൊണ്ടിരുന്ന ആ രാക്ഷസന്മാരൊക്കെ കൊന്നിട്ട് വിചാര്യ കാര്യശേഷം സ പ്രാസാദാഗ്രാൽ ഗൃഹാത് ഗൃഹം. പിന്നെ ലങ്കാദഹനം എന്നുള്ള തൻ്റെ ആഗ്രഹത്തിനെ സാധിക്കാനായിട്ട് ഓരോ പ്രാസാദങ്ങളിൽ നിന്നും ഗൃഹാത് ഗൃഹം ഒരു വീടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് അങ്ങനെ ചാടിയിട്ട് ഉൽപ്ലുത്യ സംദീപ്ത പുച്ഛേന കത്തി നിൽക്കണ ആ വാലുകൊണ്ട് എല്ലാറ്റിനെയും മഹതാ കപിഹി മഹാനായിട്ടുള്ള ആ കപി ദോഹ ലങ്കാമഖിലം സാട്ടപ്രാസാദ തോരണം നിറച്ച തോരണങ്ങളും പ്രാസാദങ്ങളാലും അലങ്കരിക്കപ്പെട്ട ആ ലങ്കയെ മുഴുവൻ ദഹിപ്പിച്ചു. അത്ഭുതമല്ലല്ലോ. ഇനി 44 സമയം നോക്കട്ടെ കേട്ടോ. 44 ഹാ താത പുത്ര
നാഥേതി ക്രന്ദമാനാഃ സമന്തതഃ വ്യാപ്താഃ പ്രാസാദശിഖരേപ്യാരൂഢാ ദൈത്യയോഷിതഃ. ക്രന്ദമാന, അപ്പം ആ വീടുകളിലൊക്കെ ഉള്ളവർ നിലവിളിക്കണ്ടേ, നിലവിളിക്കുന്നവരും സമന്തത 4 ഭാഗത്തും പ്രാസാദശിഖരെ, ആ പ്രാസാദത്തിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും ആരൂഢ അഭി ദൈത്യയോഷിത, അവരൊക്കെ രാക്ഷസ സ്ത്രീകൾ അവിടേക്ക് ഇരിക്കുന്നുണ്ട്, അവരൊക്കെ വ്യാപ്ത വന്യകാൽ വ്യാപിക്കപ്പെട്ടവരായി. അതായത് രാക്ഷസികളൊക്കെ താതാ പുത്ര നാഥ ഇങ്ങനെ നിലവിളിച്ചും കൊണ്ട് പ്രാസാദ ശിഖരത്തിൽ കയറിയിട്ട് അതിൻ്റെയൊക്കെ മുകളിൽ കയറിയിട്ട് രക്ഷപ്പെടാൻ നോക്കിച്ചാലും എല്ലാ ദിക്കിലും വ്യാപിച്ച അഗ്നിജ്വാല അവരെയൊക്കെ ദഹിപ്പിച്ചു. അനവധി രാക്ഷസ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ദഹിപ്പിച്ചിട്ടുണ്ടാവും. അവരൊക്കെ ഉറക്കെ കരയുന്നുണ്ട്. മുകളിലേക്ക് കയറിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല, ആളി കത്തുകയാണ്. കുറച്ച് കത്തി അങ്ങനെയാണല്ലോ, ആളി കത്തി അവരൊക്കെ ദഹിപ്പിക്കപ്പെട്ടു. താതപുത്രനാഥേതി ക്രന്ദമാനാഃ സമന്തതഃ വ്യാപ്താഃ പ്രാസാദശിഖരേപ്യാരൂഢ. പ്രാസാദശിഖരത്തിലൊക്കെ മാളിക മുകളിലൊക്കെ അവർ കയറി നോക്കി, പക്ഷേ ദൈത്യയോഷിത മീൻസ് രാക്ഷസ സ്ത്രീകളെ, പക്ഷെ അവരൊക്കെ ദഹിപ്പിക്കപ്പെട്ടു. ദേവത ഇവ ദൃശ്യന്തേ പതന്ത്യപ്പാവകേഖിലാഃ വിഭീഷണഗൃഹം ത്യക്ത്വാ സർവം ഭസ്മീകൃതം പുരം. പാവകേ പതന്ത്യ അഖില, അതായത് ഈ തീയിൽ പതിക്കുന്ന സകല സ്ത്രീകളും ദേവതാഹ ഇവ ദൃശ്യന്തേ, ദേവസ്ത്രീകളെപ്പോലെ കാണപ്പെട്ടു എന്ന്. വിഭീഷണഗൃഹം ത്യക്ത്വ, പക്ഷെ വിഭീഷണൻ്റെ ഗൃഹം മാത്രം കത്തിച്ചില്ല. വിഭീഷണനാണല്ലോ കൊല്ലരുതെന്ന് പറഞ്ഞത് അല്ലേ, ദൂതനെ കൊല്ലരുതെന്ന് പറഞ്ഞുവല്ലോ, ധർമ്മം പറഞ്ഞുവല്ലോ. അപ്പോൾ വിഭീഷണഗൃഹം കത്തിച്ചില്ല. സർവം പുരം ഭസ്മീകൃതം, ബാക്കി എല്ലാ സർവം പുരം നശിപ്പിച്ചു എന്ന്. അതായത് ഈ പ്രാസാദങ്ങളിലെ മുകളിൽ നിന്ന്, അതായത് ഈ മാളികയുടെ മുകളിൽ നിന്നൊക്കെ തീയിലിങ്ങനെ വീഴുന്ന രാക്ഷസ സ്ത്രീകൾ സ്വർഗത്തിൽ നിന്ന് വീഴുന്ന ദേവസ്ത്രീകളെ പോലെ കാണപ്പെട്ടു എന്ന്. അതായത് അവർക്കൊക്കെ ശരിക്കും ഒരാഴ്ച എന്തെങ്കിലും കാരണം കൊണ്ട് ഇവിടെ ജനിക്കേണ്ടി വന്നതാവും, പ്രാരബ്ധം കൊണ്ട്. ഇപ്പം അവരൊക്കെ ദേവസ്ത്രീകളാണോ എന്ന് വെച്ചാൽ എന്തായാലും അവരൊക്കെ ദേവസ്ത്രീകളെ പോലെ കാണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. വിഭീഷണ ഭവനം മാത്രം കത്തിക്കാതെ, വിഭീഷണൻ്റെ ഗൃഹം കത്തിക്കാതെ അവിടേക്ക് കാറ്റ് ആ ഭാഗത്തേക്ക് വീശാതെ. ഹനുമാൻ കാറ്റിൻ്റെ പുത്രനല്ലേ, വായുഭഗവാന്റെ പുത്രനല്ലേ, അപ്പോൾ വായുഭഗവാൻ ഹനുമാൻ എന്താ വേണ്ട വെച്ചാൽ അതുപോലെ ചെയ്യും. അപ്പോൾ വായുഭഗവാനോട് പറഞ്ഞു വിഭീഷണൻ്റെ വീടിൻ്റെ അകത്തേക്ക് കാറ്റ് ഉണ്ടാവരുതെന്നാൽ വിഭീഷണൻ്റെ ഗൃഹം കത്താതിരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ വിഭീഷണൻ്റെ ഗൃഹം കത്തിച്ചില്ല. മറ്റ് സകല ഭവനങ്ങളെയും മുഴുവൻ ചുട്ട് ഭസ്മാക്കി. ഇത് ഈ സർഗം കഴിയാറായിട്ടോ നമുക്ക് അത് തീർക്കാം. ദേവത ഇവ ദൃശ്യന്തേ പതന്ത്യപ്പാവകേഖിലാഃ വിഭീഷണഗൃഹം ത്യക്ത്വാ സർവം ഭസ്മീകൃതം പുരം. ഇനിയോ തത ഉൽപ്ലുത്യ ജലധൗ ഹനുമാൻ മാരുതാത്മജഃ ലാംഗൂലം മജ്ജയിത്വാന്തഃ സ്വസ്ഥചിത്തോ ബഭൂവ സഃ. തതഃ ജലധൗ ഉൽപ്ലുത്യ, അതിനുശേഷം സമുദ്രത്തിൽ ചാടിയിട്ട് മാരുതാത്മജഃ മീൻസ് മാരുതപുത്രനായ ഹനുമാൻ, അതായത് വായുപുത്രനായിട്ടുള്ള ഹനുമാൻ ലാംഗൂലം അന്തഃ മജ്ജയിത്വഃ, ലാംഗൂലത്തെ സമുദ്രത്തിൽ മുക്കിയിട്ട്, അപ്പോൾ കെടുമല്ലോ. അതായത് ലാംഗൂലം വെച്ചാൽ വാലിനെ, ആ കത്തണ വാലിനെ സമുദ്രത്തിൽ മുക്കിയിട്ട് സ്വസ്ഥചിത്തഃ ബഭൂവ, അവൻ സമാധാനായി. അവന് കാരണം മോഹം സാധിച്ചു, ലങ്ക ചുട്ടുകരിക്കണം എന്നുള്ള മോഹം സാധിച്ചുല്ലോ. ലങ്കയെ മുഴുവൻ ഭസ്മാക്കിയതിന് ശേഷം വായുപുത്രനായിട്ടുള്ള ഹനുമാൻ സമുദ്രത്തിൽ ചാടിയിട്ട് വാലിനെ വെള്ളത്തിൽ മുക്കിയിട്ട് അത് കെടുത്തിയതിന് ശേഷം ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നുള്ള സമാധാനത്തോടു കൂടി ഇരുന്നു എന്നാണ്. സ്വസ്ഥചിത്തനായി എന്ന് പറയണു അല്ലേ, പറഞ്ഞില്ലേ, സ്വസ്ഥചിത്ത ബഭുവ, സമാധാനായി. ഈ 47 വായോഹ പ്രിയസഖിത്വാച്ഛ സീതയാ പ്രാർത്ഥിതോ നലഃ നദദാഹ ഹരേഹ പുച്ഛം ബഭൂവാത്യന്തശീതളഃ. വായോഹ പ്രിയസഖിത്വാത്, വായുവിൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പ് കാരണം സീതയാ പ്രാർത്ഥിതഃ ച അനലഃ, സീതയാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായതുകൊണ്ടും അഗ്നി ഹരേഹ പുച്ഛം നദദാഹ, വാനരൻ്റെ അതായത് ഈ ഹനുമാൻ്റെ വാലിനെ ദഹിപ്പിച്ചില്ല.
അത്യന്തശീതള ബഭൂവ. മാത്രമല്ല ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുത്തി കൊടുത്തു. അതെ, സീതയുടെ പ്രാർത്ഥന കൊണ്ടും വായു ഭഗവാൻ അച്ഛനായതുകൊണ്ടും, സഖാവ് എന്ന് പറയുന്ന ഇവിടെ സഖാവല്ലല്ലോ, വായുവിൻ്റെ പുത്രനല്ലേ, പക്ഷെ അങ്ങനെയാണ് പറയണത്. അതായത് അച്ഛൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഇവിടെ മീൻ ചെയ്യണം കേട്ടോ. സീതയുടെ പ്രാർത്ഥന കാരണവും പിന്നെ വായു ഭഗവാന്റെ പിന്നെ സുഹൃത്തം സഖിത്വം കാരണവും അഗ്നി ഹനുമാൻ്റെ വാലിനെ ദഹിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, നല്ല കുളിരന്നെ നൽകുകയും ചെയ്തു എന്ന്. അഗ്നി ഭഗവാനോട് പ്രാർത്ഥിച്ചു സീത. എന്താ രാവണൻ അല്ല സീത അഗ്നി ഭഗവാനോട് പ്രാർത്ഥിച്ചു, അഗ്നി ഭഗവാനെ രാവണനെ പൊള്ളിക്കാതെ ഹനുമാനെ പൊള്ളിക്കാതെ നോക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അഗ്നി പൊള്ളിച്ചില്ല എന്ന് മാത്രമല്ല, നല്ല തണുപ്പ് നൽകി. മാത്രമല്ല വായു ഭഗവാന്റെ മകനായതുകൊണ്ട് വായു നല്ലോണം കോഓപ്പറേറ്റ് ചെയ്തു അല്ലേ. വായു ഭഗവാന്റെ സഖിത്വം ഉണ്ടല്ലോ, ഫ്രണ്ട്ഷിപ്പ്, അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുക. എന്നാലും ആ സ്നേഹം കാരണം വായു ഭഗവാനും വളരെ സഹകരിച്ചു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ കൊണ്ട് ഒന്നും ഒരബദ്ധം പറ്റിയില്ല. വായോഹ പ്രിയ സഖിത്വാച്ഛാസീതയാ പ്രാർത്ഥിതോ നലഹ നദാഹ ഹരേഹ പുച്ഛം ബഭൂവ അത്യന്തശീതള. നല്ല ശീതളമാക്കി കൊടുത്തു. ഇനി അവസാനത്തെ ശ്ലോകമാണ് ഈ സർഗത്തിൽ തെറ്റോ. യന്നാമ സംസ്മരണ ധൂത സമസ്ത പാപാസ്താപത്രയാഞ്ഞലമപീഹ തരന്തി സദ്യ തസ്യൈവ കിം രഘുവരസ്യ വിശിഷ്ടദൂതഃ സന്തപ്യതേ കഥമസൗ പ്രകൃതാനലേന. യന്നാമ സംസ്മരണ ധൂത സമസ്ത പാപാഹ. ഏതൊരു ഭഗവാന്റെ നാമസ്മരണ കൊണ്ട്, ഏതൊരു ഭഗവാന്റെ നാമസ്മരണത്താൽ നശിക്കപ്പെട്ട സമസ്ത പാപങ്ങളോടുകൂടിയവർ ഇഹ താപത്രയാനലം അഭി സദ്യ തരന്തി. ഈ ലോകത്തിൽ താപത്രയങ്ങളാകുന്ന അഗ്നിയെയും മറുകര കടക്കുന്നു. തസ്യ രഘുവരസ്യ ഏവ. ആ രഘുപതിയുടെ തന്നെ വിശിഷ്ടദൂത അസൗ. ശ്രേഷ്ഠനായിട്ടുള്ള ദൂതനായിട്ടുള്ള ഈ ഹനുമാൻ പ്രകൃതാനലേന, ആ പ്രാകൃതനായ അഗ്നിയാൽ കഥം സന്തപ്യതേ. എങ്ങനെ ആ അഗ്നി ഹനുമാനെ വേദനിപ്പിക്കും? ഒരിക്കലുമില്ല. എന്താ അറിയോ, ഏതൊരു ഭഗവാന്റെ നാമത്തെ സ്മരിക്കുന്നവരുടെ സമസ്ത പാപങ്ങളും അപ്പം തന്നെ നശിക്കും. അങ്ങനത്തെ ഭഗവാനാണ്. അപ്പോൾ നശിക്കുക കാരണം എന്ത്? ആധ്യാത്മികവും ഭൗതികവും ആധിദൈവികവും ആയിട്ടുള്ള താപത്രയങ്ങളുടെ ബാധ കൂടാതെ ആരാണ് ഭഗവൻ ശ്രീരാമനാമം ജപിക്കണ അവരുടെ താപത്രയങ്ങൾ, ആധ്യാത്മിക താപവും ആധിദൈവിക താപവും ആധിഭൗതിക ഭാവവും ഒക്കെ വിട്ടു നീങ്ങിയിട്ട് നിത്യാനന്ദഭരിതന്മാരായിട്ട് ആണ് ഈ രാമനാമം സ്മരിക്കണവരൊക്കെ, അല്ലെങ്കിൽ രാമഭക്തന്മാരൊക്കെ. ആ രാമചന്ദ്രസ്വാമിയുടെ പ്രിയപ്പെട്ട ദൂതനായിട്ടുള്ള ഹനുമാന് ഈ അഗ്നി കൊണ്ട് എന്തെങ്കിലും ദുഃഖം നേരിടും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? കാരണം രാമനാമം സ്മരിക്കുന്നവരുടെ പോലും താപത്രയങ്ങളെ ദൂരീകരിച്ച് അവരെ ആനന്ദഭരിതരാക്കാൻ പോകുന്നതാണ് ശ്രീരാമൻ്റെ നാമം തന്നെ. ആ നാമത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ പ്രിയ ശിഷ്യനായിട്ടുള്ള ഹനുമാന് ഈ ദുഃഖാഗ്നിയല്ല, പ്രാകൃതാഗ്നി പറയുന്നുണ്ട് അല്ലേ, ഈ സാധാരണ അഗ്നി, ദുഃഖാഗ്നിയല്ല, സാധാരണ അഗ്നി എങ്ങനെ ദുഃഖിപ്പിക്കും? ഒരിക്കലും ദുഃഖിപ്പിക്കില്ല എന്ന്. കാരണം ശ്രീരാമനാമസ്മരണ കൊണ്ട് നമുക്ക് ദുഃഖാഗ്നി പോലും ശമിക്കണു രാമഭക്തന്മാരുടെ. അങ്ങനെയുള്ള ശ്രീരാമൻ്റെ പ്രിയ ശിഷ്യന് ഈ പ്രാകൃതമായിട്ടുള്ള അഗ്നി ഒരിക്കലും ഒരു കാലത്തും ശ്രീരാമൻ്റെ വിശിഷ്ടനായിട്ടുള്ള ശിഷ്യനായിട്ടുള്ള ദാസനായിട്ടുള്ള ഹനുമാനെ ഒരു കാലത്തും ഒരു സന്താപവും നേരിടില്ല. രാമദൂതൻ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അഗ്നി ഹനുമാനെ ദഹിപ്പിക്കില്ല എന്ന് പറയുകയാണ്. പോരാത്തേന് വായുപുത്രനാണ്, സീതയുടെ പ്രാർത്ഥനയുണ്ടായി. അങ്ങനെ അഗ്നി ഒരിക്കലും ഹനുമാനെ ഒരു ചെറിയ
വേദന പോലും ഉണ്ടാക്കാതെ ശീതളിമ പകർന്ന് രക്ഷിച്ചു എന്നാണ് അല്ലേ പറഞ്ഞത്. അപ്പോൾ അത്ഭുതമില്ല എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. അതായത് രാമനാമം ജപിക്കുന്ന സാധാരണക്കാരുടെ ഈ സംസാരത്തിലെ താപത്രയമാകുന്ന അഗ്നിയെ പോലും കെടുത്താൻ കഴിവുള്ളതാണ് രാമനാമം. ആ രാമനാമം ആർക്കുള്ളത്? നാമി അല്ലേ? ആ രാമനാമം വഹിച്ചുകൊണ്ടുള്ള ഭഗവാന്റെ പ്രിയ ശിഷ്യന് പിന്നെ എന്തെങ്കിലും ദുഃഖം വരുമോ? അഗ്നിക്ക് ദുഃഖിപ്പിക്കാൻ സാധിക്കില്ല, അഗ്നി ദുഃഖിപ്പിക്കില്ല. കാരണം പല കാരണങ്ങളെ കൊണ്ട്, രാമൻ്റെ ദൂതനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, പിന്നെ സീതയുടെ പ്രാർത്ഥന, പിന്നെ വായു ഭഗവാന്റെ ഫ്രണ്ടാണ് അഗ്നിദേവനും വായുദേവനും ഒക്കെ, അങ്ങനെയാവും. അതാണ് സഖിത്വം എന്ന് പറഞ്ഞത് കേട്ടോ. ഹനുമാൻ്റെ സഖാവെന്നല്ല, വായു ഭഗവാന്റെ സഖാവാണല്ലോ അഗ്നി. അതായത് അഗ്നിയും വായുവൊക്കെ ദേവന്മാരാണല്ലോ അല്ലേ ഒക്കെ. അപ്പോൾ അവരൊക്കെ ദേവന്മാർ, അവരൊക്കെ സഖാക്കളാണ്. അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഞാൻ ഇതേത് തെളിച്ച് പറഞ്ഞിട്ടില്ല. അതാണ് വായുവിൻ്റെ സഖാവായത് കൊണ്ടാണ് അഗ്നി. അങ്ങനെയാണ്. സീതയുടെ പ്രാർത്ഥന കൊണ്ടും വായുവിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് അഗ്നി പിന്നെ എന്താ പറയുക വേദനിപ്പിക്കാതെ അല്ലെ പൊള്ളിക്കാതിരുന്നതാണ്. പിന്നെ എന്താണ് വേദവ്യാസം തന്നെ പറയുകയാണ്, എങ്ങനെ വേദനിപ്പിക്കും? രാമനാമം ജപിക്കണവരെ പോലും ദുഃഖാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കണ ഭഗവാൻ സ്വന്തം പ്രിയ ശിഷ്യന് അഗ്നിയുടെ വേദന ഇല്ലാതെ സൂക്ഷിക്കുമല്ലോ. അതാണ് പറയണത്. പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞത് തെറ്റാണ് കേട്ടോ, ഞാൻ അത് തിരുത്തട്ടെ കേട്ടോ. അതായത് സീതയുടെ പ്രാർത്ഥന കൊണ്ടും അഗ്നി ഭഗവാൻ വായുവിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടുമാണ് എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പം നമുക്കത് ചൊല്ലിയിട്ട് ഇവിടെ നിർത്താം കേട്ടോ. യന്നാമ സംസ്മരണ ധൂത സമസ്ത പാപാസ്താപത്രയാനലമപീഹ തരന്തി സദ്യ തസ്യൈവ കിം രഘുവരസ്യ വിശിഷ്ടദൂതഃ സന്തപ്യതേ കഥമസൗ പ്രകൃതാനലേനാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.